അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. UDF സിന്ദാബാദ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. വലിയൊരു ആവേശമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇത് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെ ആവേശമല്ല, ജനങ്ങളുടെ ആവേശമാണ്. ആ ജനങ്ങളുടെ ആവേശം പാർട്ടിക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് പ്രചാരണ പരിപാടികൾ? അത് UDF കൂടി അവർ തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും പരിപാടികൾ. വലിയൊരു, അതായത് LDF-ന്റെ കോട്ടയെന്നാണ് ഈ കാസർഗോഡിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ LDF-ന്റെ കോട്ടയെന്നാണ് കാസർഗോഡിനെ വിശേഷിപ്പിക്കുന്നത്. അത് 2019 രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ തിരിച്ചു പിടിച്ചു. അതായത് രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ പിടിക്കാൻ UDF-ന് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് 2019 വീണ്ടും ആവർത്തിക്കുമോ? UDF നിലനിർത്തുമോ? തർക്കം വന്നിരിക്കുന്ന UDF 2019 കിട്ടിയ വോട്ടിന്റെ 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കും. 3 ഇരട്ടി. പൊതുവെ ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ടഭ്യർത്ഥിച്ച് പോകുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്? ആവേശോജ്വലമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന്. ജനങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് എന്നോട് ചർച്ച ചെയ്യുന്നത്. BJP-യുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് ML അശ്വിനിയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാകും ഈ ഒരു LDF MP ബാലകൃഷ്ണൻ? അപ്പോൾ കാസർഗോഡിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും തുടർന്നങ്ങോട്ട്? കാസർഗോഡിന്റെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഭൂരിപക്ഷ ആളുകളെ എനിക്ക് വോട്ട് ചെയ്യും. അതിന് രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കുന്നില്ല. BJP അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കില്ല. ഞാൻ 5 വർഷം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചു. ജനങ്ങളത് അംഗീകരിക്കും. ഞാൻ ഈ മണ്ഡലം വിട്ട് ഒരിടത്തും പോയിട്ടില്ല. ജനങ്ങളിൽ ഒരാളായി, അവിടെ കുടുംബത്തിലെ ഒരംഗമായി ഞാൻ ഇവിടെ ജീവിക്കുകയായിരുന്നു. അതിന്റെ അംഗീകാരം എനിക്ക് ജനങ്ങൾ തരും. ഈ പ്രചാരണത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? അല്ലാതെ നമുക്ക് ഇത്തരം ഒരു വേദിയിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. ഈ ബഹളത്തിനിടയിൽ അത് സൗകര്യമായി വന്ന് ഞാൻ പറയാം. ഓക്കെ, എന്തായാലും വലിയൊരു പോരാട്ടം രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. 2019 വീണ്ടും ആവർത്തിക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.